Rina Joby. Again, welcome back to Sour and Spicy. Sour and Spicyയുടെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു ലെഫ്റ്റ് ഓവർ റെസിപ്പിയാണ്. ബാലൻസ് വന്ന പുട്ട് നമുക്ക് വേറൊരു ഫോമിലോട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും. വളരെ ടേസ്റ്റി ആയിട്ട് വെറുതെ എന്താ പറയുക, രാവിലെ ബാക്കി വന്നു കഴിഞ്ഞാൽ 4 മണിക്ക് ഒരു 4 മണി പലഹാരമായിട്ട് കഴിക്കാവുന്ന രീതിയിൽ വേറെ സൈഡ് ഡിഷിനൊന്നും അത്യാവശ്യമില്ലാത്ത രീതിയിൽ നമ്മൾ റെഡിയാക്കി എടുക്കാൻ പോകുന്നതാണ്. വളരെ കുറച്ച് നമ്മുടെ വീട്ടിലുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ പുട്ടൊക്കെ ബാക്കി വരുമ്പോൾ നിങ്ങളിങ്ങനെ ട്രൈ ചെയ്യുക. ഇനിയിപ്പോൾ ബാക്കി വന്നില്ലെങ്കിലും ബാലൻസ് വീട്ടിൽ കുറച്ച് പുട്ട് ഉണ്ടെങ്കിൽ ആ പുട്ട് വെച്ച് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വേറെ കറികളൊന്നും ഉണ്ടാക്കണ്ട. കാരണം ആ കറികളൊക്കെ ഉണ്ടാക്കുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ റെഡിയാക്കി എടുക്കാം. പിന്നെ നമുക്ക് പ്രത്യേകിച്ച് കറിയുടെ ഒന്നും ആവശ്യമില്ല, നല്ല ടേസ്റ്റ് ആയിട്ട് തന്നെ കഴിക്കാം. പിന്നെ ഇടയ്ക്ക് പുട്ടൊക്കെ ബാക്കി വരുമ്പോൾ നിങ്ങളിങ്ങനെ ട്രൈ ചെയ്ത് വെക്കുക. നല്ല ടേസ്റ്റാണ്, എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ. അപ്പോൾ മുട്ടപ്പുട്ട് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് ആവശ്യമുള്ളത്. അപ്പോൾ ഞാൻ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറയാം. ഇവിടെ ഞാൻ ഒരു കുറ്റി പുട്ടിൻ്റെ പകുതി പൊടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിനകത്തോട്ട് പൊടിച്ചിട്ടാണ് ചേർക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാനത് പകുതി പുട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ 2 മീഡിയം സൈസ് സവോള വളരെ പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ 2 ചെറിയ പച്ചമുളക് നീളത്തിൽ കീറിയിട്ടുണ്ട്. ഇതധികം എരിവില്ലാത്തതാണ്. നിങ്ങൾക്ക് എരിവ് വേണമെങ്കിൽ കുറച്ച് കൂട്ടി കൊടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ നമുക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് വേണം. 1 ടീസ്പൂൺ കടുക് വേണം. കുറച്ച് കറിവേപ്പില വേണം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വേണം. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി വേണം. 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ വേണം. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് വേണമെങ്കിൽ മുളക് പൊടിയുടെ അളവ് കൂട്ടി കൊടുക്കാം കേട്ടോ. പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല വേണം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി വേണം. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് വേണം. 2 ചെറിയ തക്കാളി ഞാൻ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 മുട്ട ഞാനിവിടെ ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വേണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വെച്ച് എങ്ങനെയാണ് മുട്ടപ്പുട്ട് വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ നമുക്ക് നോക്കാം. അപ്പോൾ മുട്ടപ്പുട്ട് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. പാൻ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ ഇതിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിനകത്തോട്ട് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് കംപ്ലീറ്റ് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി തീ ഒന്ന് കുറച്ചിട്ട് നമുക്ക് ഇതിനകത്തോട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ആ പച്ചമണം ഒന്ന് മാറി വരുമ്പോൾ നമുക്കിതിനകത്തോട്ട് സവോള ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറി. ഇനി അതിനകത്തോട്ട് സവോള ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വഴറ്റി കൊടുക്കുക. കൂടെ തന്നെ നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഞാൻ ഇതിനകത്തോട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് സവോള പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും. അപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. സവോള നന്നായിട്ട് വരുന്ന വരെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ സവോള നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡൊക്കെ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മുളക് പൊടി വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എരിവ് കൂട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ പൊടികളൊക്കെ ചേർത്ത് കൊടുത്തു. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പൊടികളുടെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറി വരുന്നവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ പൊടികളുടെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. നമ്മൾ ഇത്ര നേരം നന്നായിട്ട് വഴറ്റി കൊടുത്തു. ഇനി നമുക്ക് ഇതിനകത്തോട്ട് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി നന്നായിട്ട് വഴറ്റി കൊടുക്കുക. തക്കാളി നന്നായിട്ട് വെന്തുടഞ്ഞ് വരണം. സവോളയായിട്ട് നല്ല മിക്സായിട്ട് വരണം. അപ്പോൾ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വഴന്ന് കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ അത്യാവശ്യം ചെറിയ പീസായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിലും ചെറിയ പീസായിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് നന്നായിട്ട് വഴന്ന് കിട്ടും.
അപ്പോൾ ഞാൻ തക്കാളി നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. തക്കാളി നന്നായിട്ട് വെന്തുടഞ്ഞ് നമ്മുടെ സവോളയും മസാലയൊക്കെ ആയിട്ട് നല്ല മിക്സായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു പരുവാണ് വേണ്ടത്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് മുട്ട ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇതിനകത്തോട്ട് മുട്ട ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് മുട്ടയും ഈ മസാല എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഇതിനകത്തോട്ട് ഒരല്പം കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു. നമ്മുടെ മുട്ടയും മസാലയും എല്ലാം കൂടെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. മുട്ട നന്നായിട്ട് ചിക്കി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിനകത്തോട്ട് പൊടിച്ചു വെച്ചിരിക്കുന്ന പുട്ട് ചേർത്ത് കൊടുക്കാം. പുട്ട് കുറച്ചേശ്ശെ ചേർത്ത് കൊടുക്കുക. അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ബാലൻസ് പുട്ടും കൂടി ആഡ് ചെയ്ത് കൊടുക്കട്ടെ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പുട്ട് ചേർത്ത ശേഷം നമുക്ക് അധികം നേരം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കാരണം ഓൾറെഡി കുക്ക്ഡ് ആയിട്ടുള്ള പുട്ടാണ്. അപ്പോൾ ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ. അപ്പോൾ ഞാനിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യട്ടെ. ഓക്കെ, അപ്പോൾ നമ്മുടെ മുട്ടപ്പുട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇതിന് വേറെ സൈഡ് ഡിഷോ കാര്യങ്ങളോ ഒന്നും വേണ്ട. നമ്മൾ ബാലൻസ് പുട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യുക. കുറച്ച് മുട്ടയും തക്കാളിയൊക്കെ ചേർത്തിട്ട് നമുക്ക് മുട്ടപ്പുട്ട് റെഡിയാക്കി എടുക്കാം. ഇതിന് സ്പെഷ്യൽ സൈഡ് ഡിഷ് ഒന്നും ആവശ്യമില്ല. നമുക്ക് വെറുതെ കഴിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ സാധാരണ പുട്ടുണ്ടാക്കിയാലും കറി ഉണ്ടാക്കണം എന്നുള്ള നേരം കൊണ്ട് നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും ഇടയ്ക്ക് പുട്ടൊക്കെ ബാലൻസ് വരുമ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.